എടാ ഞാൻ തലക്കെറിയും. എടാ അപ്പുറത്തോട്ട് സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. അയ്യോ പോകുന്നു. എക്സ്ക്യൂസ് മീ, ഇത് ആരുടെ ഇവന്റാ? ഇത് ഡെസ്റ്റിനേഷൻ ബെഡ് ബൈ വിന്റേജ് ഇവന്റ്സ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? പോരാ. പോരെ, അങ്ങനെ സംസാരിക്കരുത് മാഡം. ഞങ്ങൾ 8 വർഷമായിട്ട് വെഡിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാ, അക്രോസ് സൗത്ത് ഇന്ത്യ. പരസ്യം പറയാൻ വരുവാണ്. ഞാൻ പറയണത് മുഴുവനായിട്ടൊന്ന് കേക്ക്. ഞങ്ങൾ മെയിൻലി പ്രീമിയർ വെഡിങ്സ്, ഔട്ട്ഡോർ വെഡിങ്സ് ഒക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ടീംസാ. അപ്പൊ മാഡം അങ്ങനെ പറയരുത്. എന്താണ് സംശയം ഉണ്ടോ? ഉണ്ട്. എന്നാ വാ കാണിച്ചാൽ. കൊള്ളാവുന്ന കമ്പനി ആയതുകൊണ്ടാണല്ലോ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. ഇതിനൊക്കെ നല്ല എക്സ്പെൻസ് ആവോ? പിന്നല്ലാണ്ട് നല്ല ചെലവുണ്ട്. മാഡം സത്യം പറ, ഈ കമ്പനിയുടെ MD അല്ലേ? എൻ്റെ ആത്മാർത്ഥത പരീക്ഷിക്കാൻ വേണ്ടി വന്നേക്കണല്ലേ? ഞാനേ ഇതേപോലെ ടിസ്റ്റ് വരുന്ന റീൽസ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. ഉണ്ടല്ലേ? മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. അഭിലാഷ് രാമചന്ദ്രൻ പുള്ളിയാണ്. ആത്മാർത്ഥത എൻ്റെ പാരമ്പര്യത്തിലുള്ളതാ. തന്റെ അച്ഛനെങ്ങനെ? പിന്നെ എൻ്റെ അച്ഛൻ ഇതേപോലെ തന്നെയായിരുന്നു. ഒരു ചിട്ടി കമ്പനി എടുത്ത് പൊട്ടി. പിന്നെ ഇപ്പൊ ജസ്റ്റ് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ഗോകർണത്തെ എവിടെയാണ് മാഡം? അത് വിട്. എന്റെ പൊന്ന് അഭിലാഷ് രാമചന്ദ്രന്റെ മോനെ, ഞാൻ ഇവിടുത്തെ എണ്ടിയും കുണ്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കല്യാണം മുടക്കാൻ വന്നതാ. പറ. ഞാൻ വിചാരിച്ചു ഇതിന്റെ എന്താന്ന്. ഈ കല്യാണ ചെക്കൻ ഉണ്ടല്ലോ, എന്റെ എക്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കല്യാണം മുടക്കും. മാഡം ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കരുത്. എന്താണത്? സംസാരിക്കും. എന്റെ കല്യാണം മുടങ്ങി. മാഡത്തിന് ഞാൻ വേറെ നല്ലൊരു ചെക്കനെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഞാൻ തരും. തനിക്ക് ആ പണിയുണ്ടോ? പണിയുടെ കാര്യം പറഞ്ഞപ്പോഴാ മാഡം, ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചെടുത്ത ജോലിയത്. ഞാൻ മാത്രമല്ല, ഇവിടുത്തെ ഡെക്കറേഷൻ ബോയ്സ്, പിന്നെ ഗസ്റ്റുകൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ചിയർ ഗേൾസ്, അതേപോലെ ഫുഡ് ഉണ്ടാക്കുന്ന ചേട്ടൻ, പിന്നെ ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവായിട്ടുള്ള സെറ്റ് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ, അവരുടെ കുടുംബങ്ങൾ, പിന്നെ എക്സ്പെൻസ് എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മുതലാളി, ഇവരെല്ലാവരെയും നഷ്ടം സഹിക്കണം. ഇവിടെ അപ്പോൾ എൻ്റെ ഫീലിങ്സോ? അതെനിക്ക് മനസ്സിലാവും. മാഡത്തിന് ഇപ്പം എന്താ വേണ്ടത്? ഒരു നല്ല റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ഓക്കെ ആവില്ലേ? കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വരെ ത്യജിക്കാൻ തയ്യാറാണ്. അഭിലാഷ് പൊളിയാണ്, വൈബാണ്, വിർജിനാണ്. അഭിലാഷ് രാമചന്ദ്രൻ, ബിഹാഫ് ഓഫ് ഡെസ്റ്റിനേഷൻ ബെഡ് ബൈ വിന്റേജ് ഇവന്റ്സ്. പേരെന്തായിരുന്നു? അഭിലാഷ് രാമചന്ദ്രൻ. അതെന്റെ പേര്. ഡെസ്റ്റിനേഷൻ ബെഡ് ബൈ വിന്റേജ് ഇവന്റ്സ്. ഇതിന്റെ പേര്, കമ്പനിയുടെ പേര്. മാഡത്തിന്റെ പേര്? അഞ്ജു കൃഷ്ണൻ. അഞ്ജു കൃഷ്ണൻ. ഞാൻ തയ്യാറാണ്. ഒന്ന് പോയേടോ. ഞാൻ എന്തായാലും പോകുക. ആ ഹരീഷിനോട് പറഞ്ഞേക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന്. ഹരീഷ് അല്ല, ആരാ ഹരീഷ്? കല്യാണച്ചക്കൻ്റെ പേര് ഷറഫ് എന്നല്ലേ? ഇതപ്പോ ഹരീഷിന്റെ കല്യാണല്ലേ? അല്ല ദൈവമേ, ഇപ്പൊ മൊത്തം കൊളായനല്ലേ. ഞാനെന്നാ പോയി ഹരീഷിന്റെ കല്യാണം മുടക്കട്ടെ. അല്ല അതേ, കല്യാണം മുടക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് നാളെ ഒരുമിച്ചിരുന്ന് ഒരു കോഫി കുടിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.